ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത്. പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ റൈഡ് ഇട്ടാണ്. ഇവിടെയുള്ള കുതിരനെ എല്ലാത്തിനെയും ഇറക്കിയില്ല, രണ്ടാളെയും കൂടി ഇറക്കാണ്ട് നമ്മൾ വീഡിയോയിൽ വേറെ ഭാഗത്ത് കാണിക്കുന്നുണ്ട്. ഒരാൾ പ്രസവിച്ച് പ്രസവ റെസ്റ്റിലാണ്. ഒരാൾ വേറെ ട്രെയിനിങ് പൂർത്തീകരിക്കാത്ത ആളുമാണ്. ബാക്കി എല്ലാവരും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. 1 2 3 4 5 കോണി അടക്കം 7 ആളുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ. അപ്പോൾ നമ്മളൊന്ന് റൈഡ് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റൈഡിങ്ങിലേക്ക് പോവാം.
സിദ്ധു നമ്മളെ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കുറേ കാലമായി നമ്മളെ ഫാമൊക്കെ മുമ്പ് കണ്ടിട്ട്. കൂടെ സിദ്ധാർത്ഥേ, ഇതെന്താ ഇതോ ബൈക്കിലായി പോയോ? സിദ്ധാർത്ഥേ, യെസ്. സിദ്ധു നമ്മളെ ഫാമിലേക്ക് പോവാ. സിദ്ധു പോട്ടെ. സിദ്ധു നമ്മളെ പെറ്റിയിൽ അവിടെ ഉറങ്ങുന്നുണ്ട്. പെറ്റിക്കുട്ടി മഴ പെയ്താ. സിദ്ധുവിൻ്റെ മാതിരി തന്നെയുള്ളൊരു കുതിര അവിടെ. ഇതേതാ വാസിയ കുതിര? ഇത് ജൂനിയർ സിദ്ധ. ഇവരെ ആരെങ്കിലും ഒന്ന് കൈകൊണ്ടൊക്കെ അടിക്കൂ. അത്ര പരിചയപ്പെട്ടായിട്ടാ. എങ്ങണ്ട ഇന്നത്തെ റൈഡ്? അരെ ഈ സീറ്റിലാണല്ലോ ഓടിച്ചേ. ഞാൻ ആകാശം കേട്ടോ വീഡിയോ എടുക്കുന്നത്. നമ്മളെ കൈസർ നമ്മളെ കൈസർ എൻ്റെ കൂടാണിത്. ഇയാൾ നമ്മൾ ഇറക്കിയില്ലല്ലേ വിലാണ്ടാളെ? തള്ളയും കുട്ടിയാ. അപ്പോൾ എന്താ പറയാ, ബെഡ് റെസ്റ്റ് എന്ന് പറയാ അല്ലല്ലേ? അങ്ങനെ അല്ലല്ലോ. നമുക്ക് ചോദിച്ചു നോക്കിയിട്ട് ഞങ്ങൾക്ക് അറിയൂല അതിനെ പറ്റി പറയാം. അതിനെ കൊണ്ടാണ് ഇപ്പം ഞങ്ങൾ അതിനെപ്പറ്റി വിശദീകരിച്ചൊരു ഇത് വരാത്തത്. കൈസറിനെ അല്ല, കൈസർ ഇതുവരെ സിദ്ധുവിനെ അങ്ങനെ അങ്ങോട്ട് കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയൊക്കെ പഠിക്കുക. നീ എന്താക്കിയ എന്താ പരിപാടി? ഓടിച്ചു വന്നോണ്ട് കുളിപ്പിച്ചോ? ഇവിടുന്ന് അടിക്കല്ലേ? ഇങ്ങനെ തിന്നാൻ വെച്ചില്ല, അതിന്റെ മുന്നേ ഇറക്കി ഓടിയായിരുന്നു. ആണോ? ഞാൻ സിദ്ധുവിനായിട്ടൊന്നും ഇങ്ങോട്ട് വന്നാ അഭിമുഖാനെ കൂട്ടിയില്ല. ഞങ്ങൾ മെല്ലെ തിരിക്കട്ടെ. സിദ്ധോ നമ്മൾ പോവാ. അല്ലോ എന്താ പോരെ? പോണ്ടേ നമ്മൾ പോണ്ട. സിദ്ധുവിനെ കണ്ടപ്പോൾ സുൽത്താൻ്റെ അവസ്ഥയാണ് സുഹൃത്തുക്കളെ. സിദ്ധു ഇങ്ങനെ ചവിട്ടരുത്, പുറത്തിരിക്കുന്ന ചെറിയ പാവത്താണ്. ഇപ്പൊ ബാസിങ് ചപ്പനം പോയിരുന്നോ? നേട്ടേക്കാ ഓറാ ഇന്ന് കുടിക്കണോ? പോയച്ചാണോ? അത് വേണ്ട. എന്ത് സിദ്ധാർത്ഥ എന്തിനാ? അല്ലടാ നമ്മളെ അഭിമുഖ നമ്മളെ ഫാമിലേക്ക് കടന്നു വരികയാണ്. രാജാവ് ഫാമൊക്കെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാടൻ കരിങ്കോഴികൾ. സിധുമാമ എന്താ കണ്ടേ റൈഡിനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം പറയും. അടിപൊളിയെന്നേ ഉള്ളൂ. കിണ്ണം കാഴ്ച പെർഫോമൻസ് കാഴ്ച വെച്ചോ? വെച്ച് ഇഷ്ടായോ? എന്റെ മാസ്ക് ഒന്ന് ആദ്യം ആൾക്കാർക്ക് എന്നെ ഒന്ന് കാണാനും. അങ്ങനെ കൊണ്ട് തിരിച്ചാ കണ്ട എനിക്ക് ചവിട്ടിട്ടു ചിലപ്പോ. അല്ലോ പൈപ്പ് ചവിട്ടല്ലേ സിദ്ധു? നാളെ നാളെ വെള്ളടിക്കാൻ സൂപ്പ് പോകും അവിടെ ചെടി. ബീബ്ക ഇന്നത്തെ അഭിപ്രായം? സൂപ്പറിൽ സൂപ്പർ. അങ്ങനെ സൂപ്പറിൽ സൂപ്പർ എന്ന് പറഞ്ഞാൽ രണ്ട് സൂപ്പർ ഒരുമിച്ച് കിട്ടിയ ഡബിൾ സൂപ്പർ. ഒരു രക്ഷയില്ല. എന്നാ ഞാൻ ട്രിപ്പിൾ സൂപ്പർ. ഉണ്ടല്ലേ? ഇതാരാ കൂട്ടിലെന്താ ഇരിക്കുന്നത്? കൂട്ടിലാരാ? നിങ്ങൾ പുറത്തിറക്കലൊന്നുമില്ല? കൂട്ടില് ബീറ്റൽക്കായി നമ്മളിറക്കലുണ്ട്. പിന്നെ കൂട്ടിൽ തന്നെ മുമ്പൊക്കെ ഇങ്ങനെ 3 നേരം മുട്ടില്ലാണ്ട് ഫുഡ് കിട്ടുമ്പോ പിന്നെ നമ്മൾ കൂട്ടിന്ന് പുറത്തിറക്കേണ്ടിയല്ലോ. മുമ്പൊക്കെ എല്ലാ ഭക്ഷണവും അതിന്റെ ഉള്ളിൽ തന്നെ കൊടുക്കുകയാണ്. നമ്മളെ കൈസർ സാബ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ നോക്കുവോ? പെറ്റിണ്ട്. അങ്ങനെ നോക്കുവോ? റൂമിൽ തന്നെ തിന്നാൻ എന്നെ 2 ലിറ്റർ പാല് കുടിച്ചിരിക്കുന്നു ബെന്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഇന്നലെ തുടങ്ങിയതാ. ഇന്നലെ ഇന്നും 2 ലിറ്റർ ബെന് രാജ ഈ 2 ലിറ്റർ പാലാ കുടിക്കുന്നത്. 4 കോഴിമുട്ട പാല് കൊടുക്കുന്നോണ്ട് എന്തോ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. നോക്കൂല ഞാനങ്ങനെ. നിങ്ങളങ്ങനെ നോക്കൂല. ഇത് നമ്മളെ മോനാ. പിന്നെ നമ്മളങ്ങനെ നോക്കൂ. ഓട്ടൊന്നും വലിയ ചാറൊന്നും ഉള്ളവനല്ല, പക്ഷെ ഭയങ്കര സ്നേഹവന്. അതിനാ പൈസ. സ്നേഹത്തിന് പൈസ സംഭവമാണ്. ഇവലൊക്കെ നമ്മള് ഞാളെ അങ്ങോട്ട് പോട്ടല്ലേ? അല്ല പുറത്തുനിന്നല്ലേ പരിപാടി. വീഡിയോഗ്രാഫർ എന്നെ എല്ലാവർക്കും കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. ഒന്നും കൂടെ നോക്കണോ? എന്താടാ തിരിയോ? ഇതിട്ട് കൊടുക്കണോ? ചൂടിട്ട് കൊടുക്കണോ?
മനസ്സില്ല അതന്നെ. അപ്പോ ചൂണ്ടലിടാൻ പോകുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും കിട്ടലുണ്ടോ ചൂണ്ടലിട്ടിട്ട്? എന്തോ കാര്യമുണ്ടോ? അല്ലെ വെറുതെ വടിയായിട്ട് ഇങ്ങനെ ഇറങ്ങിയേ? ആ അവിടേക്ക് ഞങ്ങൾ എത്തിയില്ല കേട്ടോ. സിദ്ധു നമുക്കൊരാളെ മറന്നുപോയി. പോവാ. ഒരാളുകൂടി ഉണ്ടോ അവിടെ? പോട്ടെ. അപ്പോൾ 3 ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവരെ നമുക്ക് മറന്നുപോയി. പിന്നെണ്ടോ സിദ്ധു കണ്ടില്ലേ? ഓ നല്ല വെളിച്ചുണ്ട്. കൊടുത്താലേ ഞങ്ങള് അതാ ഉദ്ദേശം. നമ്മള് മാത്രം നന്നായാ പോരെ, എല്ലാവരും നന്നാണോ? എല്ലാവരും നന്നാണോ? നല്ല മൊഞ്ചുള്ള കുട്ടികളാണ് നമ്മൾ കൊടുക്കുന്നത്. മൊഞ്ചുള്ള പോലെ നോക്കി നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മൾ മൊഞ്ചുള്ള ആൾക്കാർക്ക് കൊടുക്കും. എന്നിട്ട് ഓല് മൊഞ്ചോട് കൂടി പോറ്റു. മൊത്തത്തില് മൊഞ്ചിന്റെ കളിയാണ്. അങ്ങനെ ഞാൻ കഴിഞ്ഞില്ലേ? മോളാണ് ഇതാ മോള്. മോളങ്ങൾ എടുക്കുവോ? മോളെ കണ്ടില്ലേ? ഓളെ എടുക്കാണെ ഇച്ചിരി കാനാണ്. നോക്കാം. സമയം കഴിഞ്ഞു വെക്കുന്നു. എടുക്കേണ്ട സമയം കഴിഞ്ഞു. നടക്കൂല. അതാണ് സംഭവം. അങ്ങനെ മനസ്സിലായില്ലേ? മോമ്പോടി അന്നേരം ഞങ്ങൾ ബിസ്റ്റൊക്കെ കഴിഞ്ഞ് ഇതാ തിരിച്ചു പോവാണ് സുഹൃത്തുക്കളെ. സിദ്ധുവിനെ കാണാൻ വേണ്ടിയിട്ട് സിദ്ധുവിന്റെ അനന്തരാവകാശി വന്നിക്ക്. ഒരു ബിസ്ക്കറ്റ് ഏടാ? രസമുണ്ടാവുന്ന വേണ്ട. എന്റെ കീശയിലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. കീശ തപ്പുന്നുണ്ട്. നമ്മൾ പോവാ സിദ്ധു, അവിടെ നിന്ന് കൊടുക്കാം. സിദ്ധാർത്ഥ് പോവാ. എനിക്ക് റൈഡ് ചെയ്യണോ? പോട്ടെ മോനെ. പാറ ഏഞ്ചൊക്കെ നോക്കുന്നുണ്ട്. പോട്ടെ, തലയൊക്കെ പൊത്തിച്ച് പോട്ടെ, ആൾക്കാർ കാണണ്ടേ. മോനെ അഫ്ലൈഷാൻ ഇന്നത്തെ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കുളിപ്പിക്കണല്ലോ. റൈഡിനെ പറ്റി പറയും. പൊളി ഷെയറായിരുന്നു. ഇവിടെ തിരക്കുള്ള ആളെ കൊണ്ടുപോകാൻ നമുക്ക് സംസാരിക്കാൻ വേണ്ടി ഒന്നും വരില്ല. ഇയാളെ വണ്ടി കേട്ടോ. സിദ്ധാർത്ഥ എവിടെ കയറിയാലോ? അപ്പം ഇന്നത്തെ സന്ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ സ്റ്റോപ്പ് സിദ്ധാർത്ഥ്. ഗായ്സ്, അപ്പൊ നമ്മള് നിലമ്പൂര് പോത്തുകല്ലിലാണുള്ളത്. പോത്തുകല്ലിൽ എന്തിനാ വന്നതെന്ന് വെച്ചാല് നമ്മളെ വാവുക്ക വിളിച്ച് വേറൊരു കുതിരനെ നോക്കാനും പിന്നെ നമ്മളെ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ്. മൂപ്പര് ഫാമിലി ഒക്കെ. നിങ്ങളെ പേര് പറഞ്ഞാൽ അനീഷ് കുനിപ്പാല. അനീഷ് കുനിപ്പാല എന്ന് പറയും. നമ്മളെ സ്വന്തം സബ്സ്ക്രൈബറാണ്. അപ്പൊ മൂപ്പരൊന്ന് കാണുകയും ചെയ്യാന്ന് പറഞ്ഞാൽ വാവുക്കാൻ ഇത് പോയി പറഞ്ഞു നിങ്ങൾ സബ്സ്ക്രൈബറിന്റെ ആടെ മൂപ്പരത്ത് ഒരു കുതിരയുണ്ട് അതിനൊന്ന് പരിചയപ്പെടാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഏതായാലും വളരെ സന്തോഷമായി. മൂപ്പർക്ക് നമ്മളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമുക്ക് നേരിട്ട് പോകാൻ ആഗ്രഹമുണ്ട്. ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഇങ്ങനെ ഓരോരുത്തരിൽ എത്തിപ്പെടുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണും. അവരൊക്കെ എല്ലാവിധ അവരുടെ സപ്പോർട്ടുകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിൽ ഇത്രയും ഉഷാറായിട്ട് നിൽക്കുന്നത്. മൂപ്പർക്ക് നമ്മളെ കണ്ടപ്പോൾ സന്തോഷമായി, നമ്മക്ക് മൂപ്പരെ കണ്ടപ്പോൾ അതിലേറെ സന്തോഷമായി. അപ്പൊ ഏതായാലും ഈ ബന്ധങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ സന്തോഷങ്ങളും അവരെ പ്രാർത്ഥനകളും മാത്രമാണ് നമ്മളെ ഈ ഫീൽഡിൽ വീണ്ടും ഗ്രിപ്പ് കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണങ്ങൾ.
അപ്പൊ ഏതായാലും വളരെ സന്തോഷം. നമുക്ക് ഇങ്ങനെ ഒരുപാട് എല്ലാ സബ്സ്ക്രൈബറെടുത്തും നമ്മൾ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എത്തിപ്പെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം 3500ഓളം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴായിട്ടുണ്ട്. എല്ലാവരും അടുത്തും ഇപ്പൊ എത്തിപ്പെട്ടില്ലെങ്കിലും നമ്മൾ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഞാനും ജോർക്കയും ബാസിക്കയും ഒക്കെ കൂടിയിട്ട് പുതിയ പുതിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ കൊറോണ, അതിന്റെ കൂടെ നിപ്പ ഇങ്ങനെ ചുഴറ്റി കളിക്കുകയാണ്. എല്ലാവരെയും കൂടി ഇങ്ങനെ പിരിമുറുക്കുന്ന ഒരു സമയമാണ്. ഏതായാലും എല്ലാവരെയും കാണണം. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവണം. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരെയും കാണും. അപ്പൊ നമ്മൾ മൂപ്പരടുത്ത് വന്നതിൽ വലിയ സന്തോഷത്തിലാണ്. ഫാമിലിനെയൊക്കെ പരിചയപ്പെട്ട് ഇനിയും സമയങ്ങൾ കിട്ടുമ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വരും, ഇവിടെയും നമ്മൾ വരും. മൂപ്പരൊന്നുകൂടി ഉഷാറാവാൻ. മൂപ്പരെ കുതിരയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ബോഡി അങ്ങനെ തൂർന്ന് വന്നിക്കുന്നത് അല്ല, അടാറ് കുതിരയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഗായ്സ്, അപ്പൊ അനീഷേട്ടന്റെ വീട്ടിൽ വന്നപ്പോ മൂപ്പര് അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മള് പോകാൻ വേണ്ടിട്ട് തയ്യാറെടുത്ത് നിന്നപ്പോ ഞാൻ ചോദിച്ച ആരൊക്കെ ഉള്ളത്, അമ്മ ഉണ്ടോ അച്ഛനുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ എല്ലാവരും ഉണ്ട്. അച്ഛനുണ്ട്, അകത്തുണ്ട്. കാലിന് ചെറിയൊരു പ്രയാസമായി, 5 വർഷമായി. അങ്ങനെ തോട്ടിൽ വീണിട്ട് കൊക്കമ്പള്ളിക്കേറ്റൊരു മുറി പറ്റിയതായിരുന്നു. ഏതായാലും വേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ഇല്ലല്ലോ. നാരായണേട്ടനാണ് പേര്. ഏതായാലും ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ, ഈ വിഷയങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്തി കൊടുക്കട്ടെ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. കൂട്ടത്തിൽ നിങ്ങളും പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടിയേ നമുക്കൊക്കെ ഇവിടെ ഒരു ഗ്രിപ്പ് കിട്ടുകയുള്ളൂ. കാരണം നമുക്ക് ആർക്കും സ്വന്തമായിട്ട് ഒരു കഴിവുമില്ല. എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവം ഒന്നേ ഉള്ളൂ. ദൈവത്തിന് പല നാമങ്ങളാണ്. മതം മനുഷ്യനുണ്ടാക്കിയതാണ്. കറക്റ്റ്. അപ്പൊ നമ്മളെല്ലാവരും നല്ല ബന്ധത്തില്, സൗഹാർദ്ദത്തില്, ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ കറുപ്പെന്നോ വെളുപ്പെന്നോ ബ്രൗൺ എന്നോ കളർ വ്യത്യാസമൊന്നും ഇല്ലാതെ കൈകോർത്ത് മുമ്പോട്ട് പോയാൽ നമുക്ക് ഭൂമിയിൽ നല്ല സമാധാനത്തിലും നല്ല സന്തോഷത്തിലും ജീവിക്കാൻ കഴിയും. അതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് നമ്മളെ നാരായണേട്ടനും പിന്നെ നമ്മുടെ പേര് അനീഷേട്ടനൊക്കെ അതിന്റെ ഭാഗം നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടാട്ടോ. പിന്നെ പ്രിന്റ് ആവും മൈൻഡില്. ഏതായാലും വളരെ സന്തോഷമായി. ഇവരെയും കണ്ടു. ഇവരെ കണ്ടതിലാണ് ഏറ്റവും വലിയ സന്തോഷം. ഏതായാലും ഇവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പം ഇവരോടൊക്കെ ഒരുപാട് സന്തോഷങ്ങൾ നേരിടുന്നു. ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ വരും. നിങ്ങൾ ഇങ്ങനെ ഉള്ളതുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോളൊക്കെ വാങ്ങായിരുന്നു. നമുക്കറിയില്ല, പെട്ടെന്നാണ് ബാബുക്ക ഇവിടെ വന്നപ്പോ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇവിടം വരെ പോകണമെന്ന് പറഞ്ഞാൽ പോകുന്നതാണ്. ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങളെ കാണാനായിട്ടൊരു സമയത്ത് നമ്മൾ വരും എന്ന്. അത് നമ്മള് മരിച്ചു ഇല്ലെങ്കിൽ കേട്ടോ, മരണം മനുഷ്യരോട് അടുത്തിട്ടാണല്ലോ. മരിച്ചാൽ നിങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ ഏതായാലും അസുഖങ്ങളൊന്നും എല്ലാം ഭേദമാകട്ടെ. നമുക്കും അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കുടുംബവും പ്രാർത്ഥിക്കണം. നമ്മളും കുടുംബവും നമ്മളെ പ്രേക്ഷകരും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. അപ്പം എല്ലാവരോടും ആ ഒരു അപേക്ഷയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ നമുക്ക് പോകാനുണ്ട്. ഇങ്ങനെ എത്തിപ്പെടും. കാരണം നമുക്ക് ആ ഒരു മനസ്സുള്ളത് കൊണ്ട് എത്തിപ്പെടും എന്നുള്ള പ്രതീക്ഷ 100% ഉണ്ട്. എല്ലാവരുടെ അടുത്തും നമുക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പം വീണ്ടും കാണാം. അപ്പൊ ഏതായാലും സന്തോഷമായി നിങ്ങളെ കണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് എടക്കരെത്തി. എടക്കര നമ്മള് പൂത്തലിൽ പോയി. പൂത്തലിൽ നിന്ന് ഇപ്പൊ എടക്കരെത്തി എങ്ങനെയാന്ന് പറഞ്ഞാല് നമ്മള് പൂത്തലിൽ നിന്ന് ഷാനിഖാന്റെ വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോ എടക്കരാന്ന് കണ്ട്. അപ്പൊ ബാബുക്കാനോട് ചോദിച്ചപ്പോ പറഞ്ഞത് അവിടെ തന്നെയാണ് നമുക്ക് കയറിയിട്ട് പോകാന്ന് പറഞ്ഞത്. അപ്പൊ മൂപ്പർക്ക് ഷോപ്പാണെന്ന് നമുക്ക് അറിയില്ല. മൂപ്പര് നിലമ്പൂർ ഫാമിൽ വന്നപ്പം പരിചയപ്പെട്ടാണ്. മൂപ്പരടുത്ത് നേരത്തെ രാജ എന്ന് പറഞ്ഞൊരു കുതിര ഉണ്ടായിരുന്നു, അത് പോയി. അപ്പൊ മൂപ്പര് ഇപ്പൊ കുതിര എടുക്കേണ്ട ഒരു ഭ്രാന്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇത് ഇപ്പൊ കച്ചവടമൊക്കെ ഒന്ന് ക്ലിക്കായി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് അടിപൊളി ഒരു കുതിരനെ മൂപ്പർക്ക് എടുക്കണമെന്നുണ്ട്. അതിന് മൂപ്പർക്ക് അല്ലാഹു തആല തൗഫീഖ് ആകട്ടെ നമ്മൾ ദുആ ചെയ്യും കൂടിയാണ്. അപ്പൊ കൂട്ടത്തിൽ നമ്മൾ വളരെ സന്തോഷത്തിലാണ്. ഷാനിഖാനെ കണ്ടപ്പോ മൂപ്പര് ഷോപ്പും കാര്യമൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ പാന്റും ട്രൗസറും കുപ്പായൊക്കെ ഇവിടെ വന്നെടുക്കും. ഏത് പൈസ കൊടുക്കൂല, അപ്പൊ ഫ്രീ ആയിട്ട് എടുത്ത് പോകും. ഞങ്ങളെ കുഴപ്പമില്ല. ഏതായാലും മൂപ്പരെ കണ്ടതിൽ വലിയ സന്തോഷം. ട്രൗസറും കുപ്പായം ഇട്ടുന്നത് പിന്നത്തെ കാര്യമാണ്. വലിയ ബന്ധങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നിലമ്പൂർ ഫാമെന്ന് കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ ഞാൻ പേരടിച്ചു വെച്ച് മൂപ്പര് നമ്മളും സംസാരിച്ചു. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ വലിയ റാഹത്തായി. ഇനി ഇടയ്ക്കര കൂടിയൊക്കെ ഓടിപ്പോകുമ്പോ ആരെങ്കിലും പിടിച്ച ഷാനിക്കാന്ന് വിളിക്കാതെ നമുക്ക്. അപ്പൊ നമ്മക്ക് എല്ലാ സ്ഥലത്തും ഇങ്ങനെ വിളിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നേ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വളരെ സന്തോഷം. യെസ്, അതാണ് ഈ ഫീൽഡോട് നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതന്നെ നമുക്ക് ഇത്രത്തോളം എത്താൻ കഴിഞ്ഞ കുതിര മാത്രം കേട്ടോ. വേറെ നമ്മൾ പലതും ചെയ്ത ആൾക്കാരാണ്. പല ഫീൽഡിലും പല വർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം ബന്ധങ്ങൾ ഈ ഫീൽഡിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത്രയും സ്നേഹമുള്ള ആൾക്കാർ. ഇവർക്ക് നമ്മക്കൊക്കെ ഈ സ്നേഹം വരാൻ കാരണം ആ ഒരു മൃഗത്തിന്റെ സ്നേഹം കണ്ടിട്ടാണ് നമ്മളൊക്കെ സത്യം പറഞ്ഞ സ്നേഹം പഠിച്ചത്. അല്ലെ ജാനിക്ക? കാരണം നമുക്ക് നേരത്തെ ഇത്ര ബന്ധങ്ങളില്ല.
സ്നേഹം എന്താന്ന് അറിയാൻ പോലുമില്ല. കാരണം മൊരടം കുറെ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിത്നയും ഫസാദും ഉൽമും ഉണ്ടാക്കി നടക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് പരിചയമില്ലായിരുന്നു. മൃഗത്തിന്റെ ഈ കുതിരന്റെ അടുത്ത് എത്തിയപ്പോ നല്ല കുറെ ബന്ധങ്ങൾ കിട്ടി. ഒക്കെ വളരെ റാഹത്തായി. ഒക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാം. ഷാനിദ് ഇനി ഇവിടെ ഇടയ്ക്ക് നമ്മൾ കാണാനായിട്ട് വരും. അപ്പൊ നമുക്ക് വേറെ വേറെ വെറൈറ്റി ആയിട്ട് കാണണം. ഓക്കെ, നിങ്ങൾ ഇവിടെ തന്നെ. അപ്പൊ മൊബൈൽ ഷോപ്പ് അല്ലേ? പേര് റഹീംക. അതിപ്പോ ഷാനിദ് ഖാന്റെ ഒരു ഫ്രണ്ടാണ്. അതെന്ത് വർത്താനങ്ങൾ നമ്മൾ ഇനിയിപ്പോ നമുക്ക് കാണണം. പേര് പറഞ്ഞില്ലല്ലോ മുമ്പ്, എന്തായി പറഞ്ഞേ? റഹീംക. അപ്പൊ റഹീംക ഷാനിദ് ഖാന്റെ ഫ്രണ്ടാണ്. ഇങ്ങനെ എല്ലാം നടന്ന് വന്ന് ഇങ്ങനെ സ്ലോ മോഷനിൽ വന്നാലും അപ്പൊ നമ്മൾ പെട്ടെന്ന് കുടിക്കാതാണ്. മൂപ്പര് വിടാൻ നോക്കി ഞങ്ങൾ പിടിച്ചു. അപ്പൊ ഏതായാലും ബന്ധങ്ങൾ മൂപ്പരുമായിട്ട് ഒരു ബന്ധമായി. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരുപാട് ബന്ധങ്ങൾ കിട്ടുകയാണ്. അൽഹംദുലില്ലാ, ഒരുപാട് സ്തുതിക്കണം. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് കാണാനും ഇനി മുമ്പോട്ട് ബന്ധങ്ങൾ നിലനിർത്താനും. ഏതായാലും കണ്ടതിൽ വലിയ സന്തോഷം റഹീംക. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണണം. ഇവിടെ ഇങ്ങനെ വരും മൂപ്പരെ സ്വീപ്പാക്കാൻ ഇടയ്ക്ക് ഞങ്ങൾ. ഓക്കെ, അപ്പൊ ഷാനിദ് ഖാന്റെ ഷോപ്പൊക്കെ ഒന്ന് കാണി. എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ ഓൺലൈനിൽ പാസ് ചെയ്ത് തരും. എല്ലാവരും ബുക്ക് ചെയ്തോളെ. നമ്മളെ സാധനം കൊറിയർ വിട്ടു തരുന്ന ഷോപ്പിന്റെ പേരെന്താ? മൂടുക്ക. വാവക്കാട് പോയി വാവക്ക. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.